ബംഗാളിൽ ഹിന്ദുക്കൾ അടിച്ചോടിക്കപ്പെടുകയാണ്. കലാപം എന്നുള്ള വാക്കിനൊന്നും അർത്ഥമില്ല. തിരിച്ച് ഒരു കല്ലെടുത്തെറിയാൻ പോലും ഹിന്ദുക്കൾക്ക് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് 4 ജില്ലകളിൽ ഇപ്പോൾ വലിയ ആക്രമണം നടക്കുന്നു. താമസിയാതെ അത് 7 ജില്ലയായിട്ട് മാറുമെന്നാണ് റിപ്പോർട്ട്. മുർഷിദാബാദ് എന്ന ജില്ലയിൽ നിന്ന് ഏകദേശം എല്ലാ ഹിന്ദുക്കളും മാൽദയിലേക്ക്, ഇടയ്ക്കൊരു നദിയുണ്ട്, അത് നീന്തിയും വള്ളത്തിലുമൊക്കെ അക്കരെ കിടക്കുന്നു. അതിൻ്റെയൊക്കെ വിഷ്വൽസ് പുറത്തു വന്നിരിക്കുന്നു. മമതാ ബാനർജി ഇന്ന് വരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അവിടെയുള്ള BJPക്കാർ അവർക്കാകുന്ന പോലെ ചില ബഹളമൊക്കെ വയ്ക്കുന്നുണ്ട്. ഹൈക്കോടതി ഇടപെട്ടിട്ട് കേന്ദ്രസേനയെ അവിടെ വിന്യസിക്കണം എന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് വന്നതോടെ മമതാ ബാനർജിയുടെ TMC നേതാക്കൾ, മമത ഒരക്ഷരം മിണ്ടിയിട്ടില്ല കേട്ടോ, ഇന്ന് വരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. TMCയുടെ മറ്റ് നേതാക്കൾ പറയുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് വന്നിട്ട് ബോർഡർ അങ്ങോട്ട് തുറന്നു, എന്നിട്ട് ബംഗ്ലാദേശിൽ നിന്ന് കൂട്ടമായിട്ട് മുസ്ലിങ്ങളെ അകത്തേക്ക് കയറ്റിവിട്ടു. അവർ ബലാത്കാരം ചെയ്യുന്നു, കിണറുകളിൽ വിഷം കലർത്തുന്നു, ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ഇത് ബംഗാളിലെ മുസ്ലിങ്ങളല്ല, ബംഗ്ലാദേശി മുസ്ലിങ്ങളാണ് അക്രമം കാണിക്കുന്നത്. ഏതായാലും ഏകദേശം നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നു. സംഭവം വാസ്തവമാണ്. ബംഗ്ലാദേശി മുസ്ലിങ്ങളാണ് ഇത് ചെയ്യുന്നത്. ഇവർ വന്നത്, ഇപ്പം നടക്കുന്ന ബഹളം വഖഫ് ആക്ടിനെ ചൊല്ലിയാണ്. ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാരെ വരുത്തിയത് ഇപ്പോഴൊന്നുമല്ല. ഈ വഖഫ് ഭേദഗതി നിയമം ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച് JPCക്ക് പോയില്ല, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ട ദിവസമാണ് ബംഗ്ലാദേശിൽ നിന്ന് ആദ്യത്തെ ടീം ബംഗാളിലേക്ക് കടന്നു വരുന്നത്. പിന്നെ ദിവസം തോറും അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഏകദേശം എത്ര മാസങ്ങളായി എത്ര ആൾക്കാർ വന്നു കാണുന്നു. ഈ വന്നവരെയൊക്കെ മദ്രസകളിലും പള്ളികളിലും മറ്റ് മുസ്ലിം വീടുകളിലുമൊക്കെ ആയിട്ട് താമസിപ്പിച്ചു, ട്രെയിനിങ് കൊടുത്തു. നമ്മളുടെ SDPI അഥവാ PFI, പിന്നെ ABT എന്ന് പറഞ്ഞിട്ട് അത് ബംഗ്ലാദേശിലെ എന്തോ ഒരു അൻസാറുള്ള ബംഗ്ലാ ടീമെന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്, ABT. പിന്നെ ഇന്ത്യൻ മുജാഹിദീൻ, മറ്റ് ഭീകര സംഘടനകളൊക്കെ, ഇവരെല്ലാം ട്രെയിനിങ് കൊടുത്തു, വഴിയെല്ലാം പറഞ്ഞു കൊടുത്തു, പടം വരച്ചു കൊടുത്തു. അങ്ങനെ ടെമ്പോ ബിൽഡപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി തുടങ്ങിയിരിക്കുന്നത്. കേരളത്തിൽ ഉടൻ തന്നെ വലിയ ഒരു പ്രകടനം വഖഫ് ബില്ലിനെതിരെ നടക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു മണിക്കൂറുകൾ മുമ്പാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരുപക്ഷെ ആ പ്രകടനം തുടങ്ങിയിട്ടുണ്ടാവും. ഏതായാലും കേരളത്തിലെ ഹിന്ദുക്കൾ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഇവിടെയൊക്കെ എന്ത് വരാനാണെന്ന്, നമുക്ക് പരിചയമുള്ള ആൾക്കാരല്ലേ, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും ആദ്യം വരിക. പരിചയമുള്ളവർ കയ്യും കെട്ടി നോക്കി നിൽക്കുകയും ചെയ്യും. ഞാനിത് പറയുമ്പോൾ ഒരുപാട് പേർക്ക് തമാശയായിട്ട് തോന്നും. ബംഗാളിലെ 4 ജില്ലകളിൽ ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് വേണമെന്ന് അവിടുത്തെ BJPക്കാർ ആവശ്യപ്പെട്ടു. ഇവിടുത്തെ BJPക്കാർ അത് ആവശ്യപ്പെടുകയില്ല. കാരണം അഫ്സ്പ എന്താണെന്ന് ഇവിടുത്തെ BJPക്കാർക്ക് വലിയ ധാരണയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 2015 മറ്റോ ആണ് കേരളത്തിൽ മാർക്സിസ്റ്റുകാർ, RSSകാർ BJPക്കാരെ ഓടിച്ചിട്ട് കൊല്ലാൻ തുടങ്ങിയ സമയം കേരളത്തിൽ അഫ്സ്പ പ്രയോഗിക്കണം എന്ന് ഞാൻ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗിന് ഒരു കത്തയച്ചിരുന്നു. ആ കത്ത് എവിടെ നിന്നോ പത്രക്കാർ തപ്പിയെടുക്കുകയും ചാനലിൽ ചർച്ചയാകുകയും ചെയ്തപ്പോൾ അന്നത്തെ BJPയിലെ പ്രഗത്ഭനായ ആ നേതാവ് എന്നെ പുച്ഛിച്ചു, പരിഹസിച്ചു. ഇയാൾക്ക് വിവരമില്ല, അഫ്സ്പ പ്രയോഗിക്കണമെങ്കിൽ ആദ്യം സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദം വേണം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പോലെ സ്റ്റേച്ചറോ പ്രശസ്തിയോ ഒന്നുമില്ലാത്ത ആളായതുകൊണ്ട് ഞാനൊന്നും മിണ്ടാൻ പോയില്ല. വിവരക്കേടിന് എന്ത് പറയാനാണ്. അപ്പോൾ ബംഗാളിലിപ്പോൾ BJPക്കാർ അങ്ങനെ എല്ലാവർക്കും വിവരമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടെ ഒന്നും ചെയ്യുന്നൊരു കാര്യമല്ല അഫ്സ്പ.
അനുമതിയോടെ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഗവർണറോട് പറയാം. ഗവർണർ കേന്ദ്രത്തോട് പറഞ്ഞിട്ട് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് നമുക്ക് ഒരു ചെറിയ പ്രദേശത്തേക്കായിട്ട്, ഒരു ജില്ലയ്ക്കായിട്ട്, ഒരു പഞ്ചായത്തിനായിട്ട് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു ആക്റ്റാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭരണം, അവിടുത്തെ ലോ ആൻഡ് ഓർഡർ കേന്ദ്രസേനയ്ക്ക് പോവും. അത് പട്ടാളമാകാം, BSF ആകാം, CRPF ആകാം, കേന്ദ്രം തീരുമാനിക്കുന്ന സേന. പോലീസിന് പ്രാധാന്യമില്ല എന്നല്ല അതിനർത്ഥം. പോലീസ് വിൽ വർക്ക് ഇൻ കോർഡിനേഷൻ വിത്ത് ദീസ് സെൻട്രൽ ഫോഴ്സസ്. ഇതാണ്. പിന്നെ ഇത് കൂടാതെ ഭരണഘടനാപരമായിട്ട് മെജിസ്റ്റീരിയൽ റൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സാധാരണ ഭരണക്രമത്തിൽ നിന്ന് മാറ്റി ഒരു പ്രത്യേക മജിസ്ട്രേറ്റിനെ വെച്ചിട്ട് ഒരു ഏരിയ ഭരിക്കാം. ഇങ്ങനെ പല രീതിയിൽ കേന്ദ്രത്തിന് ഒരു സംസ്ഥാനത്തിൽ ഇടപെടാൻ പറ്റും. അതിൻ്റെ അവസാനത്തെ പാർട്ടാണ് ഈ 356 വകുപ്പ് വെച്ചുള്ള പിരിച്ചുവിടൽ. മോദി സർക്കാർ ഇപ്പോൾ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ആ പിരിച്ചുവിടുന്ന പ്രൊക്ലമേഷൻ ഇറങ്ങി ടൈപ്പ് ചെയ്ത് തീരുന്നതിന് മുമ്പ് സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്യും. സുപ്രീം കോടതി ഇപ്പം ഏകദേശം പച്ചയ്ക്ക് തന്നെ വിഘടനവാദികളുടെ കൂടെ ആയിക്കഴിഞ്ഞു ഏകദേശം. തമിഴ്നാട് സർക്കാരിൻ്റെ ആ വിധിയുണ്ടല്ലോ, അത് തമിഴ്നാട്ടിൽ ആ ഒരു ചെറിയ കാര്യത്തിലൊന്നുമല്ല. ആ വിധി ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഉള്ളതാണ്. അത് മനഃപൂർവ്വം രാജ്യം കുട്ടിച്ചോറാക്കാൻ വേണ്ടി ജസ്റ്റിസ് JB പർദിവാല ഇരുന്ന് എഴുതിയ ജഡ്ജ്മെൻറ്റാണ്. ഞാനതേപ്പറ്റി വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് നിങ്ങളോട് പറയാം. ഏതായാലും ബംഗാളിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി. ബംഗാളിൽ സമാധാനമായിട്ട് ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ളത് വ്യക്തമായി. മമതാ ബാനർജി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നരേന്ദ്രമോദിക്ക് വലുതായിട്ടൊന്നും ചെയ്യാനുമില്ല. ചെയ്യാനുണ്ടെങ്കിൽ തന്നെ ആരിതിൻ്റെയൊക്കെ പിന്നാലെ പോയി തലകളയാൻ പോകുന്നു. തല്ലുകൊണ്ട് വഷളായി കഴിയുമ്പോൾ ഹിന്ദുക്കൾ പതുക്കെ BJPക്ക് വോട്ട് ചെയ്തോളും. അങ്ങനെ BJP അധികാരത്തിൽ വരുമ്പോൾ അപ്പം നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പൊളിറ്റിക്കൽ ലൈനിലാണ് എല്ലാവരും നിൽക്കുന്നത്. കാര്യമായ മരണങ്ങളുണ്ടായിട്ടില്ല. ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോൾ 3 മരണമേ സംഭവിച്ചിട്ടുള്ളൂ. അതിന് കാരണം ഹിന്ദുക്കൾ മൊത്തമായിട്ട് കൂട്ടമായിട്ട് ഓടിപ്പോയി കളഞ്ഞു. അതുകൊണ്ടാണ്. വെള്ളിയാഴ്ച തോറും ഞങ്ങൾ വരും എന്നുള്ള ഭീഷണി കേട്ട് വിറച്ചിരിക്കുകയാണ് പെണ്ണുങ്ങൾ. ഹിന്ദു പെണ്ണുങ്ങളോടെല്ലാം പറഞ്ഞിരിക്കുന്നത് വെള്ളിയാഴ്ച ഒരാൾ വരും കേട്ടോ, അയാളെ വേണ്ട രീതിയിൽ മാനം കൊടുത്ത് സൽക്കരിക്കണം, അല്ലെങ്കിൽ നിൻ്റെ അപ്പനും സഹോദരനും ഒക്കെ കാലപുരിക്ക് പോകും. ഇതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഭീഷണി. തല്ലിക്കൊന്നു കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾ തിരിച്ചു വരുമോ? തിരിച്ചു വരാമെന്ന് വിചാരിച്ചാൽ തന്നെ അവരുടെ കിണറ്റിലും കുളത്തിലും ഒക്കെ വിഷം കലക്കിയിരിക്കുകയാണ്. ഇതാണ് ബംഗാളിലെ അവസ്ഥ. ഞാൻ ഒരു സാധാരണ മനുഷ്യൻ, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട. മുറ്റത്താൾ വരുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചോളും. വേറെ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? ഈ മുന്നറിയിപ്പ് തരലല്ലാതെ. ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. ഒരു സർക്കാരും ഒരു പോലീസും ഒരു പട്ടാളവും വരികയുമില്ല. ഇനി അഥവാ വരികയാണെങ്കിൽ ഞാൻ മുൻപറഞ്ഞ നേതാക്കന്മാരെല്ലാം കൂടെ അവരെ തടയുകയും ചെയ്യും. നിയമം പറയും, ന്യായം പറയും, സുപ്രീം കോടതിയെ ചൂണ്ടിക്കാണിക്കും, പോലീസ് സ്റ്റേഷൻ ചൂണ്ടിക്കാണിക്കും, കോടതി പറയട്ടെ എന്ന് പറയും. ഇങ്ങനെ ന്യായങ്ങളൊക്കെ പറയും. പ്രാണൻ പോകുന്നത് നിങ്ങളുടെ ആയിരിക്കും, മാനം പോകുന്നത് നിങ്ങളുടെ അമ്മയുടെയോ സഹോദരിയുടെയോ മകളുടെയോ ആയിരിക്കും. അതുകൊണ്ട് കരുതിയിരിക്കുന്നത് എല്ലാവർക്കും കൊള്ളാം. ഇതിൽ കൂടുതൽ ഒരു കാര്യത്തെപ്പറ്റി പറയുന്നത് അത്ര ശരിയുമല്ല. അത്രയധികം ഹൃദയവേദനയോടെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത്രയധികം നിരാശയും നിസ്സഹായതയും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ബംഗാളിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ നടന്നിട്ടും കേരളത്തിൽ അത് സ്ക്രോളായ ഒരു വാർത്ത മാത്രമാണ്. ഒന്നും പ്രതീക്ഷിക്കാനില്ല, ഒന്നും. കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് ഇല്ല, രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞിട്ടില്ല, അഡ്മിനിസ്ട്രേഷന് ബാധ്യതയില്ല, കോടതികൾ ഉറങ്ങിക്കിടക്കുന്നു. അവരുണരുന്നത് മറ്റ് പല കാര്യങ്ങൾക്കുമാണ്, ചില്ലറ കാര്യങ്ങൾക്ക്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇടപെട്ടൊരു കേസുണ്ടല്ലോ, ഒരു പെൺകുട്ടിയുടെ പൈജാമയുടെ ചരട് പൊട്ടിച്ചു. അത് ബലാത്സംഗ ശ്രമമാണോ അല്ലയോ എന്നുള്ള ചോദ്യം. അത് അടിയന്തരമായിട്ട് അലഹാബാദ് ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതി വിളിച്ചു വരുത്തി. അതിനകത്തെ 3 പാരഗ്രാഫ് സ്റ്റേ ചെയ്തിട്ട് എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ എന്താ വാശിയെന്നറിയാം. ഞാൻ പറയുന്നത് പെണ്ണിൻ്റെ മാനത്തിന് വിലയില്ല എന്നുള്ളതല്ല. അതും ഒരു ഹിന്ദു പെൺകുട്ടിയായിരുന്നു കേട്ടോ.
പ്രതികൾ ഹിന്ദുക്കളല്ലായിരുന്നേ ഉള്ളൂ. ബട്ട് പ്രതികൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ സുപ്രീം കോടതി ആ ജഡ്ജ്മെൻറ്റ് വിളിച്ചു വരുത്തുമായിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട്. വിളിച്ചു വരുത്തുമായിരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് വാർത്ത പോലും ആകുമായിരുന്നില്ല. കാരണം മുസ്ലിങ്ങൾ ഹിന്ദു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയോ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ അത് വാർത്തയല്ല. അത് ബംഗാളിലാണെങ്കിൽ ഒട്ടും വാർത്തയല്ല. നിങ്ങൾ നോക്കൂ, ഈ നമ്മളുടെ വഖഫ് അമെൻമെൻറ്റ് ആക്ട് ഭാരതം മൊത്തം ആപ്ലിക്കബിളായ ആക്റ്റാണല്ലോ. ബംഗാളിൽ മാത്രം എന്താ ഈ പ്രശ്നം? ബീഹാറിലില്ല, ഉത്തർപ്രദേശിൽ അനക്കമില്ല, കാശ്മീരിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ളൊരു സ്ഥലമാണല്ലോ കാശ്മീർ താഴ്വര, അവിടെയില്ല. ഒരു ജാഥ നടക്കണ്ടേ? ഡൽഹിയിൽ പേരിനെന്തോ ഒരു ജാഥ നടന്നു, ജന്തർ മന്ദിറിൽ, അവിടെ പിന്നെ സമരപ്പന്തലാണ്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും എങ്ങുമില്ലാത്തത്. ഈവൻ 40% മുസ്ലിങ്ങളുള്ള ആസാമിൽ 1-2 പ്രകടനം അതോടെ അവസാനിപ്പിച്ചു. കട്ടയും പടയും മുടക്കി സ്ഥലം വിട്ടു എല്ലാവരും കൂടെ. ബംഗാളിൽ ഇത് നടക്കുന്നത് എന്തുകൊണ്ടാണ്? മമതാ ബാനർജി ഇത് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. മമതാ ബാനർജിയുടെ ആഗ്രഹത്തിന് കേന്ദ്രം കൂട്ടുനിൽക്കാമോ? പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങൾക്ക് 365 വകുപ്പ് ഉപയോഗിച്ച് ബംഗാൾ സർക്കാരിനെ പിരിച്ചുവിടണം, സുപ്രീം കോടതി ഇടപെടുമെങ്കിൽ ഇടപെട്ടോട്ടെ എന്ന് നിങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥത കാണിക്കണ്ടേ? ഞങ്ങൾ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ഭരണഭാരം കിട്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല, കോടതി സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ പൊതുജനങ്ങൾ എന്ത് ചെയ്യും? എവിടെ പോകും? അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഹിന്ദുവിൻ്റെ രക്ഷ നമ്മൾ തന്നെ നോക്കണം. അവനവൻ്റെ രക്ഷയ്ക്ക് പറ്റിയ വിദ്യകളും കാര്യങ്ങളുമെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതം കഷ്ടത്തിലാവും. മറ്റൊന്നും പറയാനില്ല. താങ്ക് യു.